ഇപ്പൊ എവിടെ ഈ കുട്ടീനെ പോയി നോക്കണേ? പ്രയാസപ്പെടണ്ടാന്ന്, അവൻ ഇവിടെ അടുത്തും എല്ലായിടത്തും ഉണ്ടാവുള്ളൂ. വരും വലിയേ പരികുട്ടി 7:30 മണിയായി. ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ല ഞാനേ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഇനിയിപ്പോ നമ്മള് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം പറയാം. പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാം. പിന്നെ അതന്നെ പറഞ്ഞോണ്ട് വാസുട്ടി കിട്ടാവുന്ന മുഴുവൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഞാനത് സെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തന്നെ അത് കാണാതിരിക്കൂല. അവനെ കൊണ്ടുവരുന്നേ, ആരെങ്കിലും കൊണ്ടുവരും. അയ്യോ അവനെ അടിക്കില്ല, അവനൊന്നും ചെയ്യല്ലേ. അവൻ എന്റെ വീട്ടിൽ ഇരിക്കായിരുന്നു, എന്റെ വീട്ടിലായിരുന്നു അവൻ. ഇതാ എന്റെ കൂട്ടുകാരൻ. അല്ല ഞാനല്ല, എന്റെ അനിയനാ. എന്റെ അനിയനും ഇവനും കഴിഞ്ഞ വർഷം ട്യൂഷനിൽ ഒരുമിച്ച് പഠിച്ചതാ. നാളത്തെ പരീക്ഷയുടെ ടേബിള് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോയതാ. ഞാനിങ്ങനെ ആ സമയത്ത് മൊബൈൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാ ഫേസ്ബുക്കിൽ ഇവൻ കാണാനില്ലെന്നുള്ള വിവരം ആ പോസ്റ്റ് കണ്ടത്. അപ്പൊ തന്നെ ഞാൻ അവനെ വിളിച്ചോണ്ടെങ്കിൽ ഇറങ്ങി. നന്നായി മോനെ, എത്ര നേരായി ഇവിടെ ആകെ ആദ്യം പിടിച്ച് മനുഷ്യൻ തീരാറായി. ശരി. എന്താ നിന്റെ പേരെന്താ? എന്റെ പേര് സുഗീത്. സുഗീത്. ഇനിയും വന്നാലും അവിടെ നിർത്തണ്ട, പറഞ്ഞു വിട്ടേക്കാം. ഇല്ല നീ പോരുതട്ടാടാ. അതെ, എനിക്കിപ്പോ അങ്ങനെ വേണമെങ്കിൽ ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മൊബൈലില്ലേ, അതിന്ന് എടുക്കാറുന്നില്ല എനിക്ക്. അതിന് നെറ്റില്ല. പിന്നെ റസീത്തയുടെ ഫോണിൽ നോക്കിയപ്പോൾ റസീത്ത ചീത്തോറിനെ ഇറക്കിയിട്ട് അതൊന്നും പറയണ്ട, പോട്ടെ. ഞാൻ ഭക്ഷണം തരവാ. ഭക്ഷണം തരട്ടാ? ചെല്ല് ഇനിയിപ്പം ജീത്തെന്ന് പറഞ്ഞു, ഇനി പറയണ്ട, മനസ്സ് വിഷമിപ്പിക്കണ്ട, പരീക്ഷ അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് എന്റെ സയന്റിഫിക് ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ പാല പോയപ്പം പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞല്ലോ പോലീസിനെ വിളിക്കണം, പട്ടാളത്തിനെ വിളിക്കണമെന്നൊക്കെ. കുട്ടീനെ കാണാണ്ടാവുമ്പോ പിന്നെ അങ്ങനെ തന്നെ അല്ലേ നമ്മളെന്താ ചെയ്യണ്ട് പെട്ടെന്ന് തന്നെ. നമ്മളിപ്പോ കൊണ്ടുപോയി പരാതി കൊടുത്തേച്ചെങ്കിൽ ഒരു ഫോഴ്സ് കേരളം മുഴുവൻ കിടന്ന് അന്വേഷിക്കണ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആള് സ്ഥലത്തുണ്ടായി, ഇവിടെ എത്തിയില്ലേ? നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം, നാട് വളരണ അനുസരിച്ച് നമ്മളും വളരണം. ഇത് ഫേസ്ബുക്കും തൊടൂല, വാട്സപ്പ് അറിഞ്ഞൂടാ, അതിനൊക്കെ അങ്ങോട്ട് വിമർശിക്കും. വിമർശിച്ചോന്നല്ലാന്ന് അപ്പോഴത്തെ ഒരു അവസ്ഥയില് നമുക്ക് എന്താ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, എത്രയും പെട്ടെന്ന് കുട്ടീനെ കിട്ടണമെന്നല്ലേ. ഇതാണ് അറിവുള്ളവര് പറയണ, കേൾക്കാൻ പഠിക്കണം. അറിവുണ്ട്, ശരി തന്നെയാണ്, അത് സമ്മതിച്ച് എന്തായാലും നന്നായി. അത് അല്ല, സംഭവമൊക്കെ ശരി തന്നെ, ഓൻ പറഞ്ഞ് ശരി തന്നെയാണ്. ഫോണൊന്നും കൊടുക്കായിരുന്ന ഓൻ ഗെയിം കളിച്ചതാണ്. ഓനപ്പൊ ഇജ്ജാ ഗെയിം കളിക്കുന്ന മനസ്സിലാവാത്ത. ഭയങ്കര പണിയാണല്ലോ. അച്ചു പോയോ? ഓ എന്റെ മോളെ അച്ചു പോയി. എന്ത് പറഞ്ഞ പോയി? അവര് ഭയങ്കര സന്തോഷല്ലേ, കാരണം 60% മേലെ കിട്ടുകയാണെങ്കിലേ, അതായത് പ്രോത്സാഹന സമ്പന്നമായിട്ട് ടാബ് കിട്ടും. ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്താ പഠിക്കലും പരീക്ഷയ്ക്കൊക്കെ ഓടിപ്പോയി, നേരത്തെ പോയി. എന്റെ ഓൻ കഴിഞ്ഞ വട്ടം എഴുതാൻ പോയി. എന്നിട്ട് ഈ ഇതുപോലെ ടാബ് കിട്ടുന്നൊക്കെ പറഞ്ഞേ. അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ട് അവന്റെ അടുത്ത് ഏതോ കൂട്ടുകാര് പറഞ്ഞു കൊടുത്ത് ടാബിനെക്കാട്ടും നല്ലത് ലാപ്ടോപ്പ് അല്ലേന്ന്. അപ്പൊ ഓന് ലാപ്ടോപ്പ് മതിന്നായി. എന്നിട്ട് അറിയാവുന്ന ഉത്തരം കൂടി തെറ്റിച്ചിട്ട് വന്നു. ടാബ് വേണ്ടെന്ന്. ഇവനിപ്പോ ടാബ് കിട്ടും അറിഞ്ഞിട്ടാണ് പരീക്ഷയ്ക്ക്. പാവുണ്ട്, എന്നാലും പഠിച്ചല്ലോ. അതെ അതെ അതെ. ഇവനെ ഞങ്ങൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് പിടിച്ചോടുന്നതാണ്. ഇടിച്ചു വലിച്ച് വായൊക്കെ പൊത്തിട്ട് പിടിച്ചോടുന്നത്. നീ പരീക്ഷ എഴുതില്ലേ? ആരാ? എന്താണ്? ഇവനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് പിടിച്ചോടുന്ന. ഞങ്ങൾ കണ്ടില്ലായിരുന്നു, ഇവൻ വല്ല ചെന്നൈയിലെ ബോംബെയിലൊക്കെ പോയനെ. എടാ ചെങ്ങാതിമാരെ, അവ എവിടക്കെങ്കിലും പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ട് കുട്ടീനെ കാണാലെന്നും പറഞ്ഞേ. എന്റെ പൊന്ന് ചങ്ങാതി, അവൻ ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള വെങ്കടേശ്വര സ്കൂളിലെ അവിടെ സ്കോളർഷിപ്പിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിരുപ പരീക്ഷ എഴുതിയില്ല. അപ്പൊ ഈ ഓരോട് പറയണ്ടേ ഞാൻ പരീക്ഷ എഴുതാൻ വന്നാണെന്ന്. ഞങ്ങൾക്ക് അറിയണ്ടേ ഇവൻ പരീക്ഷയ്ക്ക് വന്നാന്നുള്ളത്. ഇനിയിപ്പോ ഏതായാലും കുട്ടീനെ കിട്ടിയില്ലേ?
ഡീസൽ പൈസ തരും ഞങ്ങളങ്ങ് പോയിക്കോളൂ. എന്ത് ഡീസൽ പൈസ? ഇത്ര ദൂരെ വന്നല്ലേ കുട്ടീനെയും കൊണ്ട്? അപ്പൊ നിങ്ങൾ വണ്ടി വിളിച്ചു വന്നാലേ അതിനെന്തിന് ഞാൻ പൈസ തരാം നിങ്ങൾക്ക്? ചേട്ടന്റെ കുട്ടീനായിട്ട് വന്നാണ് ഞങ്ങള്. കുട്ടീനെ പരീക്ഷ എഴുതിപ്പിച്ചില്ല, ഇനിയിപ്പോ നമ്മള് പൈസ കൊടുക്കണോ? ഇവിടം വരെ വന്നല്ലേ, നല്ല കാര്യം ചെയ്തല്ലേട്ടാ. ഡീസൽ കാശ് തരും ഞങ്ങളങ്ങ് പോയിരും. ഡീസൽ കാശൊന്നുമില്ല എന്റെ അടുത്ത്. അതരണം വെറുതെ ഞങ്ങള് സ്വഭാവം മെനക്കെടുത്തല്ലേ. എത്രയാണ്? നിങ്ങൾ താ. 100 റുപ്യ. എനിക്ക് 100. പിന്നെ എത്ര വേണം? അത് ഉള്ളതും കിട്ടും ചേട്ടാ. ഇതിപ്പോ നല്ല കാര്യം ചെയ്തിട്ട് നമുക്കൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ? ഇതിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. താ എന്ത് ചെയ്യും? ചെയ്യാനില്ല, പരീക്ഷേന്റെ ദിവസം കഴിഞ്ഞില്ലേ?